ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ടിട്ടുണ്ടാവും. അതെ, എൻ്റെ സ്മൂത്തനിങ് സ്റ്റോറി പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഇപ്പം എന്തായാലും ഒന്നെങ്കിൽ സ്മൂത്തനിങ് ചെയ്യാൻ നന്നായി ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ചെയ്യാൻ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ പോകുന്നവർ, അവരൊക്കെ ആയിരിക്കും അല്ലേ ഈ വീഡിയോ സെർച്ച് ചെയ്ത് കാണാനിടയുണ്ടാവുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മോട്ടിവേഷൻ എന്ന രീതിയിലും കൂടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഞാനും കുറേ വീഡിയോസൊക്കെ നിങ്ങളുടെ പോലെ തന്നെ കുറേ സെർച്ച് ചെയ്തിട്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ടുണ്ട്. എൻ്റെ ആ ഒരു സ്മൂത്തനിങ് ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെ ഇങ്ങനെയായിരിക്കും സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമാവും, മുടി ഹെയർ ഫോൾ ഉണ്ടാവും, ഇതിങ്ങനെയുള്ള കുറേ സംശയങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അടുത്തൊരു കാര്യമായിരുന്നു, ഞാൻ കുറേ പേരോട് ചോദിക്കും സ്മൂത്തനിങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. ഇപ്പം നമുക്ക് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും മറ്റുള്ളവരാണല്ലോ നമ്മളെ കാണുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവും, ഭംഗി ഉണ്ടാവും, ഇതാണോ എനിക്ക് ഭംഗി ചേരുക എന്നൊക്കെ ചെയ്യുമ്പോൾ ചിലവരൊക്കെ പറയും ചെയ്തോളി നല്ല കാര്യമാണ്. ചിലർ പറയും അതൊന്നും ഒരു ഭംഗി ഉണ്ടാവില്ല, നിനക്ക് ഇങ്ങനെ തന്നെ മതി, വെറുതെ എന്തിനാ ഭംഗി എന്നതിലുപരി എല്ലാവരും പറയും മുടി നാശാവാനാണോ വെറുതെ, അതൊക്കെ പൊട്ടിപ്പോവും മുടി, അല്ലെങ്കിൽ ഉള്ള മുടി കൂടി വെറുതെ കളയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ വീഡിയോസ് കാണുന്നതിലുപരി ഞാൻ കൂടുതലും വീഡിയോസിൻ്റെ താഴെ കമൻസുകൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെയ്തിട്ടുള്ളവരൊക്കെ റിവ്യൂ അവരുടെ കമൻറ്റ് ബോക്സിലൊക്കെ പറയാമല്ലോ. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ അയ്യോ ചെയ്യരുത്, ആരും ചെയ്യരുത്, ദയവ് ചെയ്യരുത്, ഒരിക്കലും ചെയ്യരുത്, മുടി തലയൂട്ടിൽ നിന്ന് തന്നെ അങ്ങോട്ട് ഊരിപ്പോവും എന്നൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്കും പേടി. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം ഒന്ന് പിന്നാക്കം വെച്ചു. അപ്പോൾ ചെയ്യില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ വീഡിയോസ് നമ്മളെല്ലാവരും കാണുമല്ലോ, ഇങ്ങനെ മുടി സ്മൂത്തനിങ് ചെയ്ത വീഡിയോസൊക്കെ. അതൊക്കെ കാണുമ്പോൾ ഒരു സൈഡിൽ കൂടെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ്, ഒരു ആഗ്രഹം, അതൊക്കെ അവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡിലാണെങ്കിൽ ചെയ്ത് കഴിഞ്ഞാൽ മുടി പോവുക, അങ്ങനെയുള്ള ഒരു ടെൻഷനും ഉണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്നത് ടീച്ചറായിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഇത് സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 3 ദിവസം നമ്മൾ മുടി ഫ്രീ ആയിട്ട് ഇങ്ങനെ മുടി അഴിച്ചിട്ടിട്ട് വേണം നടക്കാനായിട്ട്. അപ്പോൾ മുടി കെട്ടിവയ്ക്കാനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല, ക്ലിപ്പ് ചെയ്യാനോ ഒന്നും പാടില്ല. അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാവില്ലേ, മുടി അഴിച്ചിട്ട് അതെങ്ങനെയാണ് പോവുക നമ്മൾ, അങ്ങനെയൊക്കെ ഒരു ചിന്ത എനിക്ക് വന്നു കേട്ടോ. അപ്പം ഞാൻ ഒന്നും വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ വെക്കേഷൻ വന്നു. വെക്കേഷൻ്റെ സമയത്തായിരുന്നു ഞാൻ പെട്ടെന്നായിരുന്നു ഞാനൊരു ഡിസിഷൻ എടുത്തത്, ഞാൻ സ്മൂത്തനിങ് ചെയ്യാമെന്ന്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അടുത്തുള്ള ഒരു പാർലറുണ്ട്, അതായത് എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ടൗണിലൊക്കെ നല്ല അടിപൊളി പാർലേഴ്സൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ജസ്റ്റ് പെട്ടെന്നൊരു ആഗ്രഹം കൊണ്ട് പോണതല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു പാർലറിൽ എനിക്ക് ആ ചേച്ചീനെ അറിയാം. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ ചെയ്യാനായിട്ടാണ് കറണ്ട് പോയിട്ട്. അപ്പോൾ നല്ല ചൂടുണ്ട്. അപ്പോൾ ഞാൻ മുടി കെട്ടി വെച്ചു. അപ്പോൾ എൻ്റെ മുടിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരുപാട് സ്പ്രിങ് അല്ല, എന്നങ്ങനെ വേഗമല്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പം കുറച്ച് കേളി ഹെയർ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആളുടെ അടുത്ത്, അപ്പം എൻ്റെ ഇത്രയും ലെങ്ത്തിൽ തന്നെ ഞാൻ അന്ന് സ്മൂത്തനിങ് ചെയ്യാൻ പോയ സമയത്ത് ഈ ലെങ്ത്തിൽ എൻ്റെ മുടി വളർന്നിട്ടുണ്ടായിരുന്നു, കേളി ഹെയർ. അപ്പം എൻ്റെ അടുത്ത് ഒരു 7000 രൂപയായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 7000 രൂപ എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു എക്സ്പെൻസീവായിട്ട് എനിക്ക് തോന്നി. ഈ ഹെയറിന് അത് എക്സ്പെൻസീവ് ഒന്നുമല്ല, അങ്ങനെ ചെയ്യുന്നത് ലാഭമെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. പക്ഷെ എന്നെ സംബന്ധിച്ച് 7000 രൂപ എടുക്കാനില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സ്മൂത്തനിങ്ങിന് വേണ്ടി ഫസ്റ്റ് ടൈം ആണല്ലോ, ഒരു 7000 രൂപയൊക്കെ കൊണ്ട് കളയാൻ എനിക്ക് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ പറഞ്ഞു എൻ്റെ ഹെയർ കട്ട് ചെയ്തോ, എന്നിട്ട് നമുക്ക് സ്മൂത്തനിങ് ചെയ്യാം, എൻ്റെ കയ്യിലുള്ളതൊരു 4000 രൂപയാണ്, അപ്പം അതിനുള്ളത് ചെയ്താൽ മതി എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹെയർ കട്ട് ചെയ്തു. ഏകദേശം ഇത്രത്തോളം ഹെയർ കട്ട് ചെയ്തിട്ടാണ് സ്മൂത്തനിങ് ചെയ്തത്. ഞാൻ ഇപ്പം മുടി ക്ലിപ്പ് ചെയ്തിടുമ്പോൾ ഇത്രയില്ലേ, അന്ന് ഞാൻ ചെയ്ത സമയത്ത് മുടി ക്ലിപ്പ് ചെയ്തിട്ടിടുമ്പോൾ ഏകദേശം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഹെയർ. അപ്പോൾ ഞാനിപ്പോൾ ഹെയർ സ്മൂത്തനിങ് ചെയ്തിട്ട് 1 വർഷം കഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഏപ്രിലാന്ന് തോന്നുന്നു, ഏപ്രിലാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഏപ്രിലായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ അന്ന് മുടി സ്മൂത്തനിങ് ചെയ്തതിൻ്റെ ഒരു ഫോട്ടോ ആണ് ഞാൻ തംബ്നെയിലിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു, അത്യാവശ്യം തിക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓൾറെഡി നമ്മൾ ഹെയർ കട്ട് ചെയ്തിട്ടാണല്ലോ, അപ്പോൾ നമ്മൾ സ്മൂത്തനിങ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഒരു തിക്നെസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. കുറേ പേരൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു, കുറേ പേരൊക്കെ പറഞ്ഞു പഴയ മുടിയായിരുന്നു നല്ലത്, എന്തിനാ ഇപ്പോൾ ഇത് ചെയ്തേ, അങ്ങനെയൊക്കെ പറഞ്ഞവരുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു ആഗ്രഹത്തിൻ്റെ പുറത്തല്ലേ ചെയ്യണത്.
അപ്പോൾ അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്തതെന്നാണ് കേട്ടോ സ്മൂത്തനിങ് ചെയ്യാനായിട്ട്. ഈ സ്മൂത്തനിങ് ചെയ്യുന്നതിൻ്റെ സ്മൂത്തനിങ് ക്രീമിൽ അത് പല ബ്രാൻഡിൻ്റെ ഉണ്ട്. നിങ്ങൾ കൂടുതലും കേട്ടിട്ടുണ്ടാവും ലോറിയൽ. ഞാനും അങ്ങനെ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു ബ്രാൻഡാണ് ലോറിയൽ. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ സ്മൂത്തനിങ് ചെയ്യാൻ പോകുമ്പോൾ ലോറിയലിൻ്റെ ചെയ്യാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പോയത്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് ചെയ്തത് മെട്രിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഫോട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ട് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു ബോട്ടിലില്ല. അപ്പം ഞാൻ അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ, ഞാൻ കാണിച്ചു തരാം ഫോട്ടോ. അപ്പോൾ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ബോട്ടിൽ. അപ്പോൾ മെട്രിക്സിൻ്റെ സ്മൂത്തനിങ് ക്രീം ഉപയോഗിച്ചിട്ടാണ് എൻ്റെ സ്മൂത്തനിങ് ചെയ്തത്. അതെനിക്ക് ആൾ കാണിച്ചു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചു, ഈ 4000 രൂപ അല്ലാണ്ട് അപ്പോൾ ഷോർട്ട് ഹെയർ ആയല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഒരു 2000 ചില്ലറ രൂപയ്ക്കൊക്കെ ഈ ഓഫറിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇവിടെ ഇല്ലേ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു ഈ ഓഫറിൽ ചെയ്യുന്ന സ്മൂത്തനിങ് എന്ന് പറയുന്നത് അവരുപയോഗിക്കുന്ന ക്രീം നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാവരും അത് മിക്സ് ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റില്ല. ഓൾറെഡി റൂമിൽ നിന്ന് അവരത് മിക്സ് ചെയ്ത് കൊണ്ടുവരും, എന്നിട്ട് നമുക്ക് അപ്ലൈ ചെയ്യും, അങ്ങനെയാണ്. അപ്പോൾ അത് ഏത് ബ്രാൻഡാണ് യൂസ് ചെയ്യണമെന്നോ ഒന്നും നമുക്ക് അറിയില്ല. ചിലവരൊക്കെ ലോറിയിൽ ഈ മെട്രിക്സ് ഇതൊക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷെ കൂടുതൽ പേരും ഈ ലോ ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ക്രീമുകളൊക്കെയാണ് കേട്ടോ യൂസ് ചെയ്യണത്, അങ്ങനെ ഓഫറിൽ ഇടുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആളെനിക്ക് പറഞ്ഞു തരുന്നുണ്ടായി. അപ്പോൾ നിങ്ങളതും ഒന്ന് ശ്രദ്ധിക്കുക, ഈ ഓഫറിൽ പോയി ചെയ്യുന്നതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്ത സ്മൂത്തനിങ് ക്രീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു സ്മൂത്തനിങ് ക്രീം തന്നെയാണ് കേട്ടോ അത്. ഈ മെട്രിക്സ് ബ്രാൻഡിൻ്റെ ക്രീം നല്ല ക്രീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. 1 കൊല്ലം കഴിഞ്ഞിട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കെയറൊന്നും കൊടുത്തിട്ടില്ല, എന്നിട്ട് എൻ്റെ മുടി ഇപ്പോൾ ഈ ഒരു ടെക്സ്ചറിൽ മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇനി എല്ലാവരുടെ മുടിയും അങ്ങനെ ആവും എന്നും ഞാൻ ഉറപ്പ് പറയുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒപ്പം ചെയ്ത പലരുടെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും, വലിയ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതല്ല ഇങ്ങനെ മുടി പൊട്ടിപ്പോവുക, ഹെയർ ഫോള് നന്നായിട്ടുണ്ടാവുക എന്നുള്ളവരൊക്കെ പരമാവധി ഇത് അവോയ്ഡ് ചെയ്യുക. എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ആണല്ലോ. സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അവർ പറയും 3 ദിവസത്തേക്ക് തല നനയ്ക്കരുത് എന്ന് പറയും. തല നനയ്ക്കരുത്, കുളിക്കരുതെന്നല്ല, നനയ്ക്കേ ചെയ്യരുത്. കാരണം നമ്മൾ ഈ നനവ് വരുന്ന സമയത്തൊക്കെ അവിടങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ഫ്രീ ഹെയർ ആയിട്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ നമ്മൾ ഇപ്പോൾ ജോലികളൊക്കെ എടുക്കണമല്ലോ, അതുകൊണ്ട് മുടി ഇടയ്ക്ക് ഇങ്ങനെ വെക്കാനൊക്കെ ഉള്ള ടെൻഡൻസി ഇല്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ ആ ഒരു വളവ് അങ്ങനെ വരും. അപ്പോൾ അങ്ങനെ പിന്നെ നനയുന്ന ഭാഗങ്ങളിലും ആ വളവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് എൻ്റെ കയ്യിലുള്ള 4000 രൂപ കൊടുത്ത് ചെയ്തതല്ലേ. അപ്പോൾ ആ ഒരു ഇതിൽ ഞാൻ ഭയങ്കരമായിട്ട് കെയർ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ 3 ദിവസം മുടി നമ്മൾ ഫ്രീ ആയിട്ട് ഇടണം. അതായത് മുടി കെട്ടി വെക്കാനോ ക്ലിപ്പ് ചെയ്യാനോ സ്ലൈഡ് വെച്ച് വെക്കാനോ അല്ലെങ്കിൽ മെടയാനോ ഒന്നും തന്നെ പാടില്ല. നമ്മൾ ഫ്രീ ആയിട്ട് അങ്ങനെ ഇടണം. കെടുക്കുമ്പോൾ നമ്മളിപ്പോൾ ബെഡിൽ കിടക്കുമ്പോൾ ബെഡിൻ്റെ ബാക്കിലേക്ക് മുടി ഫുള്ളിങ്ങനെ ഇട്ടിട്ട് നമ്മൾ കെടുക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ വേണം നമ്മൾ കെടുക്കാനായിട്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ തുടക്കത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ ഈ മെട്രിക്സിൻ്റെ ഷാമ്പും കണ്ടീഷണറും വാങ്ങി യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ചെയ്ത ബ്രാൻഡ് മെട്രിക്സ് ആയതുകൊണ്ട് അവരെനിക്കത് പറഞ്ഞു തന്നു. അപ്പം ഞാനത് കടയിൽ പോയിട്ടല്ല, ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ അത് ഓർഡർ ചെയ്തത്. അതിൽ മെട്രിക്സിൻ്റെ ഷാമ്പും കണ്ടീഷണറും കൂടിയിട്ട് രണ്ടും കൂടിയിട്ട് ഒരു കോംബോ ഓഫറിലാണ് കേട്ടോ കിട്ടിയത്. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയായിരിക്കും കേട്ടോ ബെറ്റർ. നമുക്ക് കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും ലാഭം ഉണ്ട് കേട്ടോ നമുക്ക് ഈ ഓൺലൈനായിട്ട് വാങ്ങുമ്പോൾ. അപ്പം അങ്ങനെ ആദ്യത്തെ ഷാമ്പും കണ്ടീഷണറും ഒക്കെ ഞാൻ ഓർഡർ ചെയ്ത് അതൊക്കെ വന്നു. ആദ്യത്തെ 1 മാസം അല്ല 1-2 ആഴ്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഹെയർ വാഷ് ചെയ്ത് തുടങ്ങിയത്. കാരണം നമുക്കൊരു പേടിയാണ്, ഹെയർ വാഷ് ചെയ്തെന്താവും, മുടി പഴയ രീതിയിലാവും എന്നൊക്കെ ഉള്ളൊരു നമ്മളുടെ തോന്നലുകൊണ്ട് നമ്മൾ ഹെയറൊന്നും അങ്ങനെ വാഷ് ചെയ്യില്ല. അപ്പോൾ 2 ആഴ്ച ഞാനും ഹെയർ വാഷ് ചെയ്തില്ല. ആദ്യത്തെ 1 ആഴ്ച എന്തായാലും നമ്മൾ ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നത്തെ ഉള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാം. വേണമെങ്കിൽ വെറുതെ വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്യാം. അതല്ലെങ്കിൽ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യുക. അപ്പോൾ ഈ മെട്രിക്സിൻ്റെ ഷാമ്പു കണ്ടീഷണർ ആയിരുന്നു കേട്ടോ യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഈ ഷാമ്പു നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ തലയുടെ സ്കാൽപ്പിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് നമ്മൾ ഈ ഒരു ഭാഗത്തിൽ ഈ ഒരു ഏരിയയിലേക്ക് അങ്ങനെ അധികം കൊണ്ടുവരണ്ട. നന്നായി ഷാമ്പു ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും സ്മൂത്തനിങ് ക്രീം എടുക്കുക. അത് എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ അത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യരുത്. നമ്മൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് ചെയ്തിട്ട് ആദ്യത്തെ ഒരു 3 മാസം നന്നായിട്ട് നമ്മൾ കെയർ ചെയ്യുമല്ലോ, അതങ്ങനെയാണല്ലോ, നമ്മൾ തുടക്കത്തിൽ നന്നായിട്ട് കെയർ ചെയ്യും. കാരണം വെച്ചാൽ ഈ ഷാമ്പൂ കണ്ടീഷണറും ഉപയോഗിക്കും. ആദ്യത്തെ ഒരു 2 മാസമൊന്നും ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഓയിൽ യൂസ് ചെയ്ത് എങ്ങനെയാവും, മുടി പണ്ടത്തെ പോലെ ആവും എന്നൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ ഓയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് ഞാൻ ഏപ്രിൽ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏപ്രിൽ മെയ് കഴിഞ്ഞ് ജൂണൊക്കെ ആയപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു കേട്ടോ. ഡെങ്കിപ്പനി വന്ന സമയത്ത് ഹോസ്പിറ്റലിലായി ഞാൻ. അപ്പോൾ എനിക്ക് ഒട്ടും തന്നെ മുടി ഒന്ന് ചീകാൻ വരെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. നമ്മൾ അങ്ങനെ വയ്യാണ്ട് കിടക്കാണല്ലോ, അപ്പോൾ അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഞാൻ വന്ന് മുടിക്ക് ഇരുമ്പോൾ അത്യാവശ്യം തന്നെ നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. ഞാൻ പറയുകയാണെങ്കിൽ ഈ ഹെയർ ഫോളിന് പേടിച്ചിട്ട് നിങ്ങൾ സ്മൂത്തനിങ് ചെയ്യാണ്ടിരിക്കേണ്ട. നിങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടമൊക്കെ പോയി എന്തായാലും ചെയ്തോന്ന് ഞാൻ പറയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓൾറെഡി ഈ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുൻപും അത്യാവശ്യം നന്നായി തന്നെ ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. മുടി നല്ല കട്ടിക്ക് തന്നെയാണ് ഊരിപ്പോയായിരുന്നു കേട്ടോ. അപ്പം അന്നൊക്കെ ഞാനെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ അധികം കൺസേൺ അല്ല. അതായത് ഇത്ര മുടി ഊരി പോകണില്ല, അല്ലെങ്കിൽ അങ്ങനെ അതിനെക്കുറിച്ചിട്ട് എന്താ അങ്ങനൊരു പേടി, ഒരു വ്യാധി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക്. പോണത് പോട്ടെ, വരില്ല, മുടിയല്ലേ, വളർന്നോളും. നമ്മൾ പ്രോപ്പറായിട്ട് കെയർ ചെയ്താൽ മതി. കെയർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്ത് ഹെയർ ഷാമ്പു വാഷ് ചെയ്ത് അങ്ങനെ ഒരു റൊട്ടീൻ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മുടിയൊക്കെ വളരുമല്ലോ. അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. മുടിയൊക്കെ ഊരിപ്പോണതാണ് ഊരിപ്പോട്ടെ, പുതിയത് വരുമല്ലോ എന്നുള്ള അങ്ങനത്തെ ഒരു വിചാരമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ടെൻഷൻ അങ്ങോട്ട് മാറ്റുക. നമുക്ക് എന്തായാലും ഹെയർ ഫോൾ എന്നുള്ള സംഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഇല്ലേ. ഇതിപ്പോൾ ഞാൻ സ്മൂത്തനിങ് ചെയ്താലും ഇല്ലെങ്കിലും എനിക്ക് ഹെയർ ഫോൾ ഉണ്ടായിരുന്നു, നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ മുന്നേ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം ഹെയർ ഫോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഹെയർ ഫോൾ എന്ന് പറയുന്നതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ ഞാൻ പറയണത്. നമ്മൾ ഹെയർ സ്മൂത്തനിങ് ചെയ്യുന്നതിന് മുൻപായിരുന്ന സമയത്ത് നമ്മുടെ മുടി ഊരി പോകുമ്പോൾ, അപ്പോൾ നമ്മൾ നിലത്തുനിന്നൊക്കെ പെറുക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ചുറ്റുകൂട്ടി നമ്മുടെ കയ്യിൽ അങ്ങനെ ഒതുങ്ങി ഇരിക്കുമായിരുന്നു അല്ലേ. പക്ഷേ അപ്പോൾ ഒരു കട്ടി ഉണ്ടാവും, ഒരു കെട്ടുണ്ടാവും, എങ്കിൽ കൂടി നമ്മൾ അതെടുത്ത് അങ്ങനെ കളയും. ഇനി ഈ സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഹെയർ സ്മൂത്തനിങ് ചെയ്തില്ല. അപ്പോൾ ഓൾറെഡി കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആയതുകൊണ്ട് നമ്മൾ ഒരു വട്ടം ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ പിന്നെ അത് വളയുന്നില്ല. ഒരു കൊല്ലത്തേക്ക് പെർമനൻ്റ് ആയിട്ടാണല്ലോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഊരിപ്പോകുന്ന മുടികൾ അങ്ങനെ തന്നെ നമ്മൾ എത്ര ലെങ്ത് ഉണ്ടോ ആ ലെങ്ത്തിൽ തന്നെയാണ് അവിടെ കിടക്കുക. അപ്പം നമുക്കൊരു വിചാരം ഉണ്ടാവും, അയ്യോ സ്മൂത്തനിങ് ചെയ്തുകൊണ്ട് എൻ്റെ മുടി അങ്ങോട്ട് തലയോട്ടേന്ന് അങ്ങോട്ട് ഊരിപ്പോയി, അയ്യോ. അപ്പോൾ നമുക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും. അപ്പോൾ ദൈവമേ ഇനി ആകെ മുടി വട്ടത്തിൽ പോവോ, മുടിയൊന്നും ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ടെൻഷനുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്, അങ്ങനത്തെ ഒരു ടെൻഷനും വേണ്ട. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. നമ്മുടെ കേളി ഹെയർ ആയ സമയത്ത് നമ്മൾ കുറച്ച് അതങ്ങനെ തറയിൽ എടുക്കുമ്പോഴായിരിക്കും ചുരുണ്ടി പണിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതാവുമ്പോൾ നല്ല നീളത്തിലെടുക്കും. അപ്പം നമുക്ക് പേടിയാവും, തലയൂട്ടിന്നാണോ ഊരിപ്പോയത് അങ്ങനെയൊക്കെ ഉള്ളതായാലും ആഴ്ചയിൽ ഒരു 1 or 2 ദിവസമാണ് കേട്ടോ ഞാൻ ഷാമ്പു വാഷ് ചെയ്യുക. അപ്പോൾ ആ ഷാമ്പു വാഷ് ചെയ്യുന്ന ദിവസങ്ങളിൽ ഞാൻ സ്കാൽപ്പിൽ ഒരു 3 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ സ്കാൽപ്പിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യണത് ആ ഓയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പു വാഷ് ചെയ്യുക, കണ്ടീഷണർ ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് വേറെ ഒന്നുമല്ല, സെറമാണ് കേട്ടോ. സെറം അതായത് നമ്മളിത് സ്മൂത്തനിങ് ചെയ്ത സമയത്തൊക്കെ മുടി നമ്മുടെ നല്ല സ്മൂത്താണ് കേട്ടോ, ഫ്രീസി അല്ല, നല്ല സ്മൂത്തായിട്ട് കൊടുക്കും. അപ്പോൾ ഒരു 1-2 മാസമൊക്കെ കഴിയുമ്പോൾ ഷാമ്പുവും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഇത്തിരി ഹാർഡായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് എടുക്കുക, എന്നാലും ഒരു ചെറിയൊരു പരപരപ്പ് ഇങ്ങനെ തോന്നിയാലോ. അപ്പോൾ നമ്മൾ ഓയിലല്ല അപ്ലൈ ചെയ്യേണ്ടത്, നമ്മൾ എന്ത് ചെയ്യണം, സെറം യൂസ് ചെയ്യണം. നമ്മൾ ആദ്യം ഷാമ്പു കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്തതിന് ശേഷം മുടി തല തോർത്ത് കഴിഞ്ഞ് വന്നിട്ട് ചെറിയ നനവോട് കൂടി തന്നെ നമ്മൾ ഈ സെറം അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ യൂസ് ചെയ്ത സെറം ഇതാണ് കേട്ടോ, കണ്ടോ, സ്ട്രീക്കിൻ്റെ സെറാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെയ്ത ആ പാർലറിലത്തെ പെൺകുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സെറം യൂസ് ചെയ്യായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. ഇതല്ലാതെ വേറൊരു യെല്ലോ കളറിലും കൂടി ഒരു ഗോൾഡൻ കളറിലും കൂടി ഒരു സെറം ഉണ്ട് കേട്ടോ, അത് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇതാണ് യൂസ് ചെയ്യാറ്. ഞാൻ ഫസ്റ്റ് വാങ്ങിയത് 100 ml ആയിരുന്നു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയതായിരുന്നു. കോംബോ ഓഫറിൽ 2 ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് ഞാൻ ജസ്റ്റ്
ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് സെറം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ സെറം തേക്കുക. അതും ഈ പറഞ്ഞ പോലെ സ്കാൽപ്പിൽ ഇങ്ങനെ ഇരുന്ന് അപ്ലൈ ചെയ്യരുത്. സെറം നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ. വേണ്ട. അപ്പോൾ നോക്കി ആ സെറം യൂസ് ചെയ്തപ്പോൾ മുടിക്കൊരു ഷൈനിങ്ങും. ഇപ്പം നമ്മൾ പണ്ടായിരുന്നെങ്കിൽ നന്നായി ഷാമ്പു കിട്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുടിക്കിന് പറന്നു നിൽക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണ വെച്ചിട്ട് അവർക്കൊന്ന് ഒതുക്കി വെക്കില്ലേ, ആ ഒരു ഫീല്. പറന്നൊന്നും മുടി അങ്ങനെ നിൽക്കില്ല, എന്നാലും കുറച്ചും കൂടി നമ്മൾ ആ അന്ന് ചെയ്ത് സ്മൂത്തനിങ് ചെയ്ത ആ ഒരു ദിവസത്തിന്റെ ഒരു എഫക്റ്റിലേക്ക് കുറച്ചുകൂടി ഷൈനി ആയിട്ട് കുറച്ചുകൂടി സ്മൂത്തി ആയിട്ട് നമുക്ക് ഹെയർ കിട്ടും. ഇപ്പോൾ എങ്ങനെയും പോകുമ്പോൾ നമ്മൾ ഹെയർ എല്ലാ ദിവസവും വാഷ് ചെയ്യണമെന്നില്ലല്ലോ. ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ കൂടി നമുക്കൊരു ഫംഗ്ഷന് പോകുമ്പോൾ എന്തെങ്കിലും പോകുമ്പോൾ നമുക്ക് ഈ സെറം അപ്ലൈ ചെയ്തിട്ട് പോവാം. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്മൂത്തനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലോ 1 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാം, എൻ്റെ ഹെയറിനെ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ ഹെയർ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ട, ഈ ഒരു പോർഷൻ ഇത്രയും തന്നെ കണ്ട ഇവിടെ വരെ നല്ല സ്മൂത്ത് ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു പോർഷൻ ഇപ്പോൾ കേളായിട്ട് വന്നത് വേറെ ഒന്നുമല്ല, എൻ്റെ ഹെയർ ഗ്രോ ചെയ്തതാണ്. പുതിയ ഹെയർ വളർന്നു വന്നതാണ് കേട്ടോ. ഇതാണ് എൻ്റെ ഒരു മുടിയുടെ ടെക്സ്ചർ എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം എനിക്കിപ്പോൾ ഹെയർ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം കേളിയാണ്. പിന്നെ ഇവിടെ നിങ്ങളുടെ പണ്ടത്തെ സ്മൂത്തനിങ് ചെയ്തത് ഒന്നും തന്നെ പോയിട്ടില്ല. വളരെ നന്നായിട്ട് തന്നെ എനിക്ക് ഇപ്പോഴും കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പോർഷൻ ഇതിപ്പോൾ പ്രശ്നമില്ല. ഇങ്ങനെ മുടി അഴിച്ചിടുമ്പോഴാണ് കേട്ടോ അത് നന്നായിട്ട് അറിയാൻ പറ്റുക. മുടി ഇങ്ങനെ കെട്ടി വയ്ക്കുമ്പോൾ നമുക്കങ്ങനെ ഇപ്പോൾ ഫേസിക്ക് അത്ര കേളി അല്ലെങ്കിൽ ഇത് നോക്കൂ അങ്ങനെ അറിയണമെന്നില്ല. അപ്പം നമുക്ക് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ഹെയർ സ്മൂത്തനിങ് സ്റ്റോറി എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ച് ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആഗ്രഹിച്ചത് വലിയ കുഴപ്പമില്ലാതെ തന്നെ എനിക്ക് അങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട്, നിങ്ങൾക്കും ഇതേപോലെ നല്ല ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു വട്ടമൊക്കെ പോയി ചെയ്യുക, അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ പോയി ചെയ്യുമ്പോൾ പാർലറുകാരോട് ചോദിക്കുക ഏതാണ് നിങ്ങൾ ക്രീം യൂസ് ചെയ്യണമെന്ന്. നിങ്ങൾ കാണിക്കാത്ത ക്രീമുകളൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത്. പിന്നെ ഓഫറിൽ പോയി ചെയ്യുന്നതിനോടും എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പം നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കിയിട്ട്, ലോറിയൽ കുഴപ്പമൊന്നുമില്ല എന്ന് കേട്ടിട്ടുണ്ട്. മെട്രിക്സ് എന്തായാലും എൻ്റെ ഒരു അനുഭവത്തിൽ പറയാണ് നല്ലതാണ്. അപ്പോൾ മെട്രിക്സ് എന്തായാലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെട്രിക്സിൻ്റെ സ്മൂത്തനിങ് ക്രീം ഉപയോഗിച്ചിട്ട് സ്മൂത്തനിങ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് വേണമെങ്കിൽ റൂട്ട് ടച്ച് ചെയ്യാൻ പോകാൻ പറഞ്ഞു കേട്ടോ. അതായത് ഇവിടെ മുതൽ ഇപ്പം ഞാൻ കാണിച്ചതല്ലേ ഈ ഭാഗം വരെ ഒന്ന് റൂട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഇതേപോലെ സ്മൂത്തിങ് ആക്കി എടുക്കും. അപ്പം ഞാൻ കുറച്ചുകൂടി കഴിയട്ടെ, മുടിയൊക്കെ ഒന്നുകൂടി വളരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. ഇവിടെയൊക്കെ എത്തി കഴിഞ്ഞാൽ ഒരുപാട് ബോറാവും എൻ്റെ മുടി, കാരണം ഇവിടെ ഓൾറെഡി നല്ല കേളാണ്. അപ്പോൾ വന്നിട്ട് ഇവിടെ സ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ നടക്കണമെന്നില്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടി മുടി വളരട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഹെയർ ഫോളിനെ കുറിച്ചിട്ട് ഞാൻ വീണ്ടും പറയുകയാണ്, ഹെയർ ഫോളൊക്കെ ഉണ്ടാവും. അത് നിങ്ങൾ മൈൻഡാക്കേ വേണ്ട. നിങ്ങൾ പ്രോപ്പറായിട്ട് ഈ സൈഡിൽ കൂടെ നമ്മൾ കെയർ ചെയ്യുക. അതായത് ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് മസാജ് ചെയ്യുക, മുടി ഷാമ്പു കണ്ടീഷണർ ഉപയോഗിച്ചിട്ട് കഴുകുക. നമ്മൾ ഏത് സ്മൂത്തനിങ് ക്രീമാണോ ഉപയോഗിച്ചത് അതിൻ്റെ തന്നെ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അതിപ്പോൾ ഒരു എണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ ഒരു 2-3 മാസത്തേക്കൊക്കെ നിൽക്കും. നമ്മൾ ഒരുപാട് അങ്ങോട്ട് വാരി തേക്കേണ്ട, ആവശ്യത്തിനനുസരിച്ചിട്ട് അപ്പോൾ ആദ്യ നാളുകളിലൊക്കെ ഞാൻ ഹെയർ സ്മൂത്തനിങ് ചെയ്ത സമയത്ത് രാത്രിയിൽ കിടക്കുമ്പോൾ മുടിയൊക്കെ നന്നായിട്ട് ചീകി ഹെയർ സെറൊക്കെ തേച്ച് ഇതേപോലുള്ള ബണ്ണ് ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ, ഈ ഒരു ഹെയർ ബണ്ണ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ മുടി കെട്ടിയിരുന്നത്. അതും ഇതേപോലെ വെറുതെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടാണെങ്കിൽ കിടക്കാറ്. മെടയോ അല്ലെങ്കിൽ അമ്മക്കെട്ട് കെട്ടോ അങ്ങനത്തെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം എനിക്ക് ഇത്രയും ലാസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ.